കഴിഞ്ഞ ദിവസമാണ് ഒരു റിട്ടയർഡ് അധ്യാപകനായ ഒരാളെ കഴിഞ്ഞ ദിവസം വെർച്വൽ അറസ്റ്റിന് വിധേയമാക്കിയത്. എങ്ങനെയായിരുന്നു ആ ഒരു കംപ്ലൈൻറ്റ്, എങ്ങനെയായിരുന്നു നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് വരുന്നത്? ഈ വെർച്വൽ അറസ്റ്റ് നടക്കുന്ന സമയത്ത് ലൈവായിട്ട് 2 മണിക്കൂറോളം ഒരു വീട്ടുകാർ ഈ റൂമിനകത്ത് തന്നെ അടച്ചിരുത്തിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ അധ്യാപകനും അദ്ദേഹത്തിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ മരുമകൾ, ഈ 3 പേരെയും ആ റൂമിനകത്ത് തന്നെ അടച്ചിരുത്തിയിട്ട് ഇരിക്കുന്ന സമയത്ത് 2 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ വൈഫ് ഹസ്ബൻഡിന് ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളാണ്. 2 മണിക്കൂറോളം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അദ്ദേഹം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടെന്നും ഭക്ഷണം കൊടുക്കണമെന്നും പറഞ്ഞു. ഫുഡ് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞ സമയത്ത് അവർ തന്നെ ഞങ്ങളുടെ പ്രസൻസിൽ നിങ്ങൾ കഴിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഫുഡ് എടുക്കാൻ വേണ്ടി അദ്ദേഹം ഈ അമ്മ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു മകനുണ്ട്, പുള്ളിയെ വിളിച്ചറിയിച്ചു. ഇങ്ങനൊരു പോലീസ് വേഷത്തിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട്, വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അങ്ങനെ ആ മകനാണ് 1930 നമ്മുടെ കേരള പോലീസിന്റെ സഡൻ റെസ്പോൺസ് വരുന്ന സൈബറുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ട 1930 വിളിച്ചറിയിച്ചു. ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്? ഇപ്രാവശ്യം വിളിച്ചിരുന്നത് ആദ്യം ഒരു SBIയുടെ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിനുശേഷം പിന്നീട് അത് കണക്ട് ചെയ്ത് മുംബൈ സൈബർ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടാണ് കണക്ട് ആകുന്നത്. ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ മുംബൈ സൈബർ ഡിവിഷനിലേക്ക് കണക്ട് എന്ന് പറഞ്ഞിട്ട് മുംബൈയുടെ CBI ഓഫീസർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. പണം തട്ടുന്ന എന്തെങ്കിലും പ്രവണത ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു റൈറ്റ് ടൈമിൽ അവർ ആക്ട് ചെയ്യും. ഈ പറഞ്ഞ വീട്ടുകാർ പ്രോപ്പർ ടൈമിൽ തന്നെ നമ്മളോട് ഇൻഫർമേഷൻ തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 3rd സ്റ്റേജ് രീതിയിലാണ് നിൽക്കുന്നത്. ആ 3rd സ്റ്റേജ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഇതെന്ന് പറയുന്നത് ഈ ക്യാഷ് അയച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളവിടെ എത്തിയത് കൊണ്ട് ക്യാഷ് പോയിട്ടില്ല, അദ്ദേഹത്തിന് ക്യാഷൊന്നും നഷ്ടമായിട്ടില്ല. പക്ഷേ തൊട്ടടുത്ത സ്റ്റേജ് അതായിരുന്നു. ഒരു 15 മിനിറ്റ് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനായിരുന്നു.